ഹായ്, ഇന്നൊരു തിരക്കുള്ള ദിവസമാണ്. അതായത് എൻ്റെ ബ്രദർ സിസ്റ്റർ ഇന്ന് സ്നാനം സ്വീകരിക്കുന്ന ദിവസമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഹിന്ദു ആണല്ലോ, പിന്നെ എങ്ങനെ എൻ്റെ ബ്രദർ സിസ്റ്ററും ക്രിസ്ത്യനായി? അതൊരു ഭയങ്കര കഥയാണ്. ഞങ്ങൾ ചേട്ടൻ്റെ അനിയന്മാരുടെ മക്കളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ ഹിന്ദു ആയിരുന്നു, എൻ്റെ അച്ഛനും ഹിന്ദു ആയിരുന്നു, അവളുടെ മമ്മി ക്രിസ്ത്യനായിരുന്നു. അപ്പം അങ്ങനെ ചിന്തിച്ചാൽ മതി, സ്വാഭാവികം. എന്തായാലും പോകാനായിട്ട് റെഡി ആകുന്നുണ്ട്. സൺസ്ക്രീനൊക്കെ വാരി പൊത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ലിപ് ലൈനർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുന്നതിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടൊരു സ്ഥലമാണ്. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം ഞങ്ങളങ്ങോട്ട് പോകാതിരിക്കുമായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് പോകുന്നതിൻ്റേതായ നല്ല സന്തോഷമുണ്ട്. എൻ്റെ അമ്മയാണെങ്കിൽ അടുത്ത് നിന്ന് നല്ലപോലെ ലെക്ചർ അടിക്കുന്നുണ്ട്. ഇച്ചിരി കുറച്ച് മതി, പള്ളിയിലോട്ടൊക്കെയാണ് പോകുന്നതെന്ന്. എന്നാലും ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. എന്തായാലും തീയതി വെച്ചിറങ്ങി ഒരു പൊട്ടൊക്കെ തൊട്ടു. സിന്ദൂരമൊക്കെ ധൃതി കൊണ്ടായിരിക്കണം, വേറെ ഏതോ ജില്ലയിലോട്ട് പാളിപ്പോകുന്നുണ്ട് കേട്ടോ. പിന്നെ സിന്ദൂരമൊക്കെ ഇട്ടു, കുഞ്ഞിനെ ഒരുക്കി ഞങ്ങളെല്ലാവരും പോകട്ടോ. അമ്മയുണ്ട്, എൻ്റെ വലിയ മോനാണ് പുറകെ ഇരിക്കുന്നത്, ഇതെൻ്റെ ഹസ്ബൻഡ്, പിന്നെ ഞാനും വാവയും. ഈ വഴിയിലോട്ട് കയറിയപ്പോൾ എന്താണെന്നറിയത്തില്ല, കുറേ നാൾ വേറെ ഏതോ രാജ്യത്ത് നിന്നിട്ട് സ്വന്തം നാട്ടിൽ വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ, അതേ ഫീലാണ് കാണുക. എനിക്ക് അത്ര ഇഷ്ടമാണ്. എൻ്റെ കുട്ടിക്കാലം എല്ലാം ഇവിടെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ പള്ളിയിലെത്തി ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ചടങ്ങ് തുടങ്ങി. ഇതാണ് എൻ്റെ ബ്രദർ സിസ്റ്ററെ. ഇവളിങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഞാൻ പൂച്ചയാണ്, ഇവൾ പുലിയാണ്. അതായത് എന്നെ കരയിക്കാൻ ഒരു സെക്കൻഡ് മതി ഒരാൾക്ക്. പക്ഷേ ഇവളെ കരയിക്കണമെങ്കിൽ ജീവിതകാലം മൊത്തം നോക്കണം. കാര്യം എന്ന് വെച്ചാൽ അവൾ അത്രയ്ക്ക് സ്ട്രോങ് ആണ്. നിനക്ക് എന്താടീന്ന് ചോദിച്ചാൽ നീ ഏതാടാന്ന് ചോദിക്കാൻ ഒരു മടി അവൾ കാണിക്കത്തില്ല. ഞാൻ പൂച്ചയും അവൾ പുലിയുമാണെന്നാണ് എൻ്റെ അമ്മ പറയുന്നത്. പിന്നെ പള്ളിമുറ്റത്ത് നിന്നൊരു ചെടിയൊക്കെ കെട്ടി, ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഓശാന ആയതുകൊണ്ട് ഓലയൊക്കെ കിട്ടി. അതൊക്കെ എടുത്ത് വണ്ടിയുടെ മണ്ടേ കയറ്റിയപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത്, നീ എൻ്റെ വണ്ടി വൃത്തികേടാക്കുന്നതെന്ന്. അവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ പിന്നെയും വീണ്ടും ചെടി. തെറി കേട്ടാലും സാരമില്ല, ചെടി കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ. മേളിൽ റോഡിലിറങ്ങി വന്നതിൻ്റെ കളറൊക്കെ കണ്ടിട്ട് നട്ടു വെക്കാനുള്ള ധൃതിയിലുള്ള പോക്കായത് കേട്ടോ. അപ്പോൾ ബായ്.